ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. തെളിവെടുപ്പിനിടെ കൊല്ലത്ത് കൈവിലങ്ങുമായി 2 പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയി. നെടുമങ്ങാട് സ്വദേശി സൈദലവി, വഞ്ചിയൂർ സ്വദേശി അയ്യൂബ് ഖാൻ എന്നിവരാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. പാലോട് പോലീസ് സ്റ്റേഷനിലെ മോഷണ കേസിലെ പ്രതികളാണ് ഇരുവരും. ദിലീപ് ദേവസ്യയും ഹരിമോഹനുമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദിലീപ് ദേവസ്യ, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? ഇവരെ ഇനിയും പിടികൂടിയിട്ടില്ല. ഏത് ഭാഗത്ത്? പോലീസ് പിന്നാലെ പോയില്ലേ? ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയായിരുന്നു കടയ്ക്കലിനടുത്തുള്ള ചുണ്ടൈ സ്ഥലത്ത് വെച്ചിട്ട് അവർക്ക് മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞതാണ് പ്രതികൾ. അതിനനുസരിച്ച് പോലീസ് നിർത്തിക്കൊടുക്കുകയായിരുന്നു. ഈ സമയത്താണ് പ്രതികൾ 2 പേരും കൈവിലങ്ങുമായി ഓടിക്കളഞ്ഞത്. ഇവരെ പിടികൂടിയത്, അത് പാലോട് മോഷണ കേസിലെ പ്രതികളാണ്. ഇവരെ പിടികൂടിയത് സുൽത്താൻ ബത്തേരിയിൽ നിന്നായിരുന്നു. തെളിവെടുപ്പിന് വന്നതിന് ശേഷമാണ് ഇവർ ഓടിപ്പോയത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. കാരണം ഇന്ന് പുലർച്ചെയാണ് ഈ പ്രതികൾ ഓടിപ്പോയത്. അവരുടെ ദൃശ്യങ്ങൾ ഫോട്ടോ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തുവിടുന്നത്. കാരണം പോലീസിന്റെ കയ്യിൽ നിന്ന് വെച്ച വലിയ വീഴ്ചയാണ്. എന്തായാലും ഇപ്പോൾ പ്രദേശത്ത് പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ 2 പേരുടെയും കയ്യിൽ വിലങ്ങുണ്ട് എന്നുള്ളത് കൊണ്ട് പ്രതികൾ കൂടുതൽ ദൂരം പോകാനുള്ള സാധ്യത ഇല്ല എന്നും പോലീസ് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പോലീസ് ഈ പ്രദേശത്ത് വലിയ തോതിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും അവരെ തിരയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ പ്രദേശത്തുണ്ടെങ്കിൽ അവർക്കും തിരയാൻ കഴിയുമല്ലോ. ഏതാ സ്ഥലം? കൊല്ലം ജില്ലയിലെ കടയ്ക്കലിനടുത്തുള്ള ചെറുകുളത്തെത്തിയപ്പോഴാണ് ഇന്ന് പുലർച്ചെ പുലർച്ചെ 4 മണിയോടുകൂടെ ഈ പ്രതികൾക്ക് മൂത്രമൊഴിക്കണമെന്നുള്ളൊരു ആവശ്യം പോലീസുകാരോട് മുന്നിൽ വയ്ക്കുക. അങ്ങനെ പോലീസുകാർ ഇവർക്ക് വാതിൽ തുറന്നു കൊടുക്കുക. പിന്നീട് ഓടി മറിയുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ കടയ്ക്കലിൽ നിന്ന് ലഭിച്ച വിവരം. പാലോട് പോലീസ് കൊല്ലത്ത് തെളിവെടുപ്പിന് കൊണ്ടുവന്ന ഓടി രക്ഷപ്പെട്ടിട്ട് ഈ പോലീസിന് അവരെ പിന്തുടരാൻ പറ്റിയില്ല. ഇതിൽ എല്ലാം തന്നെ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട് ഡോക്ടർ അരുൺകുമാർ. കാരണം ഈ കൈവിലങ്ങുമായി ഒരു 20 വയസ്സുകാരൻ, 40 വയസ്സിലധികം പ്രായമുള്ള ഒരാളാണ്. ഈ 20 വയസ്സുള്ളത് സൈദലവിക്കാണ്. ഒപ്പമുള്ള അയ്യൂബ് ഖാന് ഏകദേശം 40 വയസ്സിലധികം പ്രായമുണ്ട്. അങ്ങനെയുള്ള 2 ആളുകൾ എങ്ങനെയാണ് ഓടിപ്പോയത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായില്ല. നെടുമങ്ങാട് സ്വദേശിയാണ് സൈദലവി, വഞ്ചിയൂർ സ്വദേശിയാണ് അയ്യൂബ് ഖാൻ. ഇവർ 2 പേരുമാണ് പാലോട് കടകൾ കുത്തി തുറന്ന മോഷണ കേസിലെ പ്രതികളാണ്. ഇവരെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പിടികൂടി എന്നുള്ള വിവരമാണ് നമ്മൾക്ക് പ്രാഥമികമായി ലഭിക്കുന്നത്. അതിൽ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പോലീസ് പറയുന്നില്ല. ഇപ്പോൾ പോലീസിന് തലവേദനയായിരിക്കുന്നത് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിലങ്ങുമായി പ്രതികൾ ഓടിപ്പോയി എന്ന് പറയുന്നത് പോലീസിന് തന്നെ നാണക്കേടാകുകയും ചെയ്തു. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലീസ് കൂടുതലൊന്നും തന്നെ തുറന്നു പറയുന്നില്ല. ഹരിമോഹൻ, ഇവർ അപകടകാരികളായ മോഷ്ടാക്കളാണോ? പോലീസിന്റെ കണ്ണു വെട്ടിച്ച് രാത്രിയിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവർ ചെറിയ പുള്ളികളല്ലല്ലോ അല്ലേ? അരുൺ, പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം ഇവർ സ്ഥിരം മോഷ്ടാക്കളാണ്. അതായത് കടമുറികൾ കുത്തിത്തുറന്ന് മോഷണം നടത്തുന്ന ആളുകളാണ്. സ്ഥിരമായിട്ട് ഇത്തരത്തിൽ നേരത്തെയും പോലീസ് പിടിയിലായിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇക്കുറി അങ്ങനെ ആയില്ല. പോലീസിന്റെ കണ്ണുവെട്ടിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ല. കാരണം പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുകയാണ്. അവർക്ക് പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ വേണ്ടി വാഹനം നിർത്തിക്കൊടുക്കുന്നു, അവിടെ നിന്ന് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൗതുകമുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഇവർ പിതാവും മകനുമാണെന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ പോലീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. സൈദലി പിതാവും അയ്യൂബ് മകനുമാണെന്നുള്ളതാണ് പാലോട് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ലഭിക്കുന്ന വിവരം. ഇവർ കുളത്തുപുഴ സ്വദേശികളാണ്. ബത്തേരിയിൽ ഇവർ സ്ഥിരമായി അവിടെ പോയി വാടകയ്ക്ക് താമസിക്കുക എന്നൊക്കെയുള്ളതാണ് ഇവരുടെ രീതി. ഇവർ ബത്തേരിയുമായി മറ്റു ബന്ധങ്ങളൊന്നുമില്ല. മോഷണം കഴിഞ്ഞ ശേഷം ബത്തേരിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു സ്ഥിരം കലാപരിപാടി എന്ന് പറയുന്നത്. ഇക്കുറിയും അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പിടിക്കാൻ വലിയ പാടൊന്നും ഉണ്ടായില്ല. പക്ഷേ പിടിച്ച ശേഷം ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ഒരു പ്രയാസമായിരുന്നു. ആ പ്രയാസത്തിനിടയിൽ അവസരം മുതലാക്കി അവർ കടന്നു കളഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും 2 പോലീസ് സ്റ്റേഷനുകളുടെ തലയ്ക്കാണ് ഈ പ്രശ്നം വന്ന് തീർന്നിരിക്കുന്നത്. ഒന്ന് കടക്കൽ പോലീസ്, അവരുടെ പരിധിയിൽ വെച്ചാണ് ഇവർ കടന്നു കളഞ്ഞത്. 2 ഈ കേസ് രജിസ്റ്റർ ചെയ്ത പാലോട് പോലീസ് സംഘവും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. കാരണം അവരാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയത് എന്നുള്ളത് കൊണ്ട് തന്നെ 2 പോലീസ് സംഘങ്ങൾ ഇതിന് ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വൈകുന്നേരത്തിനുള്ളിൽ തന്നെ പിടികൂടും എന്നൊക്കെയാണ് പറയുന്നത്. അരുൺ, ഓക്കെ, അതെന്തായാലും പോലീസുകാർക്ക് പണിയായിട്ടുണ്ട്. അച്ഛനും മോനുമാണ്, കൈവിലങ്ങിട്ടവരാണ്. അവർ രാത്രിയിൽ പോലീസ് കൊണ്ടുവരുന്ന സമയത്ത് ഒന്നിന് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തേക്ക് ഇറക്കിയ സമയത്ത് കൈവിലങ്ങുമായിട്ട് അവർ ഓടിക്കളഞ്ഞു. ആ കൈവിലങ്ങുമായിട്ട് ഓടുന്ന അച്ഛനെയും മോനെയും പിടിക്കാൻ ശേഷിയില്ലാത്ത പോലീസാണ്. ഇതെന്ത് പോലീസാണപ്പാ? എന്തായാലും പോലീസ് അവരെ തിരയുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കൈവിലങ്ങുമായിട്ടാണ് ഓടിപ്പോയിരിക്കുന്നത്. കടക്കൽ ചുണ്ട ഭാഗത്തെ ആളുകൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്ക്. കൈവിലങ്ങുമായിട്ട് 2 പേര് വരുന്നുണ്ടെങ്കിൽ വിട്ടേക്കണ്ട, പിടിച്ചു വെച്ചേ.